അങ്ങ് പറയുന്ന കൂട്ടത്തിൽ നല്ല പ്രശസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ആതുര സേവന കേന്ദ്രത്തെ, ഒരു ആശുപത്രിയെ ചെറിയ കുറ്റപ്പെടുത്തുന്ന ഒരു രീതിയുണ്ടായി. അത് അങ്ങേപ്പോലെ ഒരാളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലായിരുന്നു. കാരണം തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എല്ലാവരും ആശ്രയിക്കുന്നൊരു ഹോസ്പിറ്റലല്ലേ. അത് CPM-കാർ മാത്രം ചികിത്സിക്കുന്നൊരു കേന്ദ്രമല്ല. അങ്ങനെയാണ് അങ്ങ് അതിനെ ചിത്രീകരിക്കാൻ നോക്കിയത്. എല്ലാവരും ചികിത്സിക്കുന്ന ഒരു സ്ഥലമാണ്, എല്ലാവരും എത്തിപ്പെടുന്ന ഒരു ചികിത്സാലയമാണ്. അതിനൊന്നും മറ്റു തരത്തിലുള്ള വ്യത്യാസങ്ങളില്ല. ഇപ്പോൾ അവിടെ മാർക്സിസ്റ്റുകാർ മാത്രമാണ്. ഇപ്പോൾ ഈ ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ കോൺഗ്രസ്സുകാർ മാത്രമാണ്. നാട്ടുകാരാകെ എവിടെയൊക്കെ ചികിത്സിക്കില്ല. അതല്ലേ നമ്മുടെ ഒരു രീതി. എന്തിനാണ് അങ്ങനെ അങ്ങ് ചിത്രീകരിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. അവിടെ ഗൗരവമായി ചികിത്സ നടക്കുന്ന സ്ഥലമാണ്. കുറ്റവാളികൾക്ക് സംരക്ഷണം ഒരുക്കുന്ന ഒരു കേന്ദ്രമല്ല അത് എന്ന് ഇതേവരെയുള്ള അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ പറ്റും. ഇവിടെ മറ്റൊരു കാര്യം, ഈ സംഭവം അതീവ ഗൗരവമായാണ് സർക്കാർ കാണുന്നത്. ഇത് പാനൂരിൽ നേരത്തെ ഉണ്ടായി, ഇപ്പോൾ എരഞ്ഞോളിയിൽ ബോംബ് പൊട്ടിയിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ആ ബോംബിനെ പറ്റിയുള്ള ഗൗരവമായ അന്വേഷണം, ഇതിനെക്കുറിച്ച് മാത്രമല്ല, എവിടെയെങ്കിലും ബോംബുണ്ടോ, ഇത്തരം ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ, അത് ഗൗരവമായി അന്വേഷിച്ച് നടപടികൾ എടുക്കുന്നതാണ്. പോലീസിന് ആവശ്യമായ നിർദ്ദേശം അക്കാര്യത്തിൽ നൽകിയിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് പലവിധ വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണല്ലോ ഇതിനെല്ലാമുള്ള ശ്രമം നടക്കുക. അതിനെല്ലാറ്റിനും രാഷ്ട്രീയ നിറം ഉണ്ടാകണമെന്നില്ല. ഇപ്പോൾ എറണാകുളം ജില്ലയിലെ പള്ളിയിൽ നടന്ന ആക്രമണം നമുക്ക് ഓർമ്മയില്ലേ? അത് എങ്ങനെയാണ് അയാൾ പഠിച്ചതെന്നൊക്കെയുള്ള വിവരങ്ങൾ പിന്നീട് വന്നില്ലേ, പുറത്തു വന്നില്ലേ? അതാണ് ഇന്നത്തെ കാലം. ഇതിൻ്റെ ഭാഗമായിട്ട് പലരും പലതരത്തിലുള്ള പരിശീലനങ്ങൾ, പ്രയോഗങ്ങളൊക്കെ നടത്തുന്നതെന്നാണ് തോന്നുന്നത്. അതൊക്കെ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ. നമ്മളെല്ലാറ്റിനും രാഷ്ട്രീയ നിറം ചാർത്തി അത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് സ്ഥാപിക്കാനല്ല ശ്രമിക്കേണ്ടത്. ഇത്തരം കുറ്റങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതിൽ മുഖം നോക്കാതെയുള്ള നടപടി ഉണ്ടാവും. ഗൗരവമായ ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്തുണ്ടാവും. ശക്തമായ റെയ്ഡ് വേണമെങ്കിൽ റെയ്ഡ് അടക്കം നടത്തിക്കൊണ്ടുള്ള നടപടികൾ ഇവിടെ സ്വീകരിക്കും. അതുകൊണ്ട് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല.